ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇതാണ് മെയിൻ കാരണം. നമ്മളൊരു ബൈക്ക് വാങ്ങിച്ചിരിക്കുകയാണ്, ഡോമിനാർ 400. അപ്പം ഒരു ബൈക്ക് വാങ്ങിക്കണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നേ. അപ്പം നമ്മുടെ ചാനലിനകത്തൊന്നും അധികം വീഡിയോ ഒന്നും വരാതിരുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബൈക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. കാരണം നമുക്ക് എങ്ങോട്ടിലൊക്കെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവുണ്ടായിരുന്നു. നമ്മുടെ ഈ കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറുമായിട്ട് പോകുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ അതിനുള്ള സാമ്പത്തികം ഇല്ല, അതാണ് മെയിൻ കാര്യം. പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോളോയുടെ കാര്യമൊക്കെ അറിയാമല്ലോ, അതിന് മൈലേജ് എന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ എങ്ങോട്ട് പോകണമെങ്കിലും മിനിമം ഒരു 500 രൂപയ്ക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് അടിക്കണം അതിനകത്ത് പെട്രോൾ. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ഒന്നും വരാതിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു ഡോമിനാർ 400 സ്വന്തമാക്കിയിരിക്കുകയാണ്. പുതിയതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നീറ്റ് ക്ലീനായിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പം എന്താണ് പറയുന്നത്, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഈ വണ്ടി ശരിക്കും എനിക്കിതുവരെ ഒന്ന് ഓടിച്ച് നോക്കാൻ പറ്റിയില്ല. നല്ല റോഡും കാര്യങ്ങളും നമ്മളവിടെ നിന്ന് ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം ഇവനുമായിട്ട്. അതാണ് രാവിലെ ഇവിടം വരെ വരാനായിട്ട് കാര്യം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുട്ടിക്കാനത്താണ് കേട്ടോ, ഏലപ്പാറ. അപ്പം ഇവിടം വരെ വരാനായിട്ട് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് റൈഡ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ നിങ്ങളെ ഈ വണ്ടി എടുത്തു എന്ന് അറിയിക്കാൻ കൂടി ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ഇന്നാണ് ശരിക്കും ഞാനൊന്ന് ഓടിക്കുന്നത്. നമുക്ക് 2 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഒന്ന് ഹിമാലയൻ 400ഉം അതുപോലെ തന്നെ ഡോമിനാർ 400ഉം അതുപോലെ തന്നെ ഹിമാലയനും. അപ്പോൾ ഹിമാലയനും ഡോമിനാറും ഞാൻ രണ്ടും പോയി ഒന്ന് ഓടിച്ച് നോക്കി കേട്ടോ. ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഡോമിനാർ 400. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് കേട്ടോ. വേറൊന്നുമല്ല, ഇതിൻ്റെ റൈഡിങ് കംഫർട്ടും ഇതിൻ്റെ പവറൊക്കെ വേറെ മൂടാണ് കേട്ടോ. പവറും സൗണ്ട് വേറെ ലെവലാണ്. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിലൊരു 4th ഗിയറിൽ 6th ഗിയറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആ ഒരു സൗണ്ട്, നമുക്ക് അതിൻ്റെ ഒരു മൂളിച്ചുണ്ടല്ലോ, അത് നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ. ഈ സ്ഥലം കണ്ടോ, അടിപൊളി ഒരു ഹെയർ പിൻ വളമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ രാവിലെ വന്ന് വണ്ടി നിർത്തി. അപ്പോൾ എന്തായാലും അടിപൊളി മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ്. ഏലപ്പാറയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പയ്യെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. ഇച്ചിരി കൂടി കഴിഞ്ഞ് നല്ല വെയിലായിരിക്കും. വെയിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ മാത്രമല്ല, ഇച്ചിരി കൂടി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊക്കെ തിരക്കായിരിക്കും, റോഡുകളിലൊക്കെ നിറച്ചും വണ്ടികളായിരിക്കും. അപ്പോൾ പോക്ക് ഇച്ചിരി മടുപ്പായിരിക്കും. അപ്പം നമുക്ക് നേരെ ഏലപ്പാറ ചെന്ന് കാപ്പി കുടിച്ചിട്ട് നേരെ വീട് പിടിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ സ്ഥലങ്ങളിലൊക്കെ ഇനിയും പോകാനുണ്ട് കേട്ടോ. മൂന്നാറൊക്കെ ഇനിയും പോകണം. ഞാൻ ഫസ്റ്റ് റൈഡ് മൂന്നാർ പോകണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ എനിക്ക് വർക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് മൂന്നാർ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം അവിടെ സ്റ്റേ അടിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ വർക്കിൻ്റെ കാര്യം പോസ്റ്റാകും. അതുകൊണ്ട് അത് വേറൊരു ദിവസത്തേന് മാറ്റി വെച്ചിട്ട് ആണ് ഇന്ന് രാവിലെ ഞാൻ ഇവിടം വരെ വന്നിട്ട് നിങ്ങളെ മെയിനായിട്ട് ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടി ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. നമുക്ക് നൈസായിട്ട് വണ്ടിയായിട്ട് ഏലപ്പാറയ്ക്ക് പോവാം. ഏലപ്പാറയിൽ പോയി നല്ലൊരു കട കണ്ടുപിടിച്ചിട്ട് ഒരു ചായ കുടിച്ച് നൈസായിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകാം. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. വെയിലുണ്ടെന്ന് പറഞ്ഞാലും തണുപ്പ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. നൈസ് റോഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടുക്കിയിൽ ഒട്ടുമിക്ക റോഡുകളും ഇതുപോലെ പണിയെല്ലാം തീർത്ത് നല്ല സെറ്റാക്കിയിട്ടേക്കുന്ന റോഡുകളാണ് കേട്ടോ. അതിനൊക്കെ ഞങ്ങളുടെ കോട്ടയത്തോട്ട് വരണം കേട്ടോ, റോഡ് കാണണമെങ്കിൽ. നല്ല കിടുകാജ് റോഡല്ലേ വളർന്നിട്ടേക്കുന്നത്. കുതിരസവാരി ചെയ്യുന്ന പോലെ അതിലെ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ചാടി 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 ചാടി. എൻ്റെ മോനെ ദേ നിൽക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് പോന്നപ്പോഴേ ഒരുത്ത വഴി നിൽക്കും കേട്ടോ. എൻ്റെ വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ ഞാൻ നോക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അപ്പോൾ എൻ്റെ വണ്ടിയൊക്കെ വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക. ഞാൻ അടുത്ത് വന്നപ്പോൾ ഒത്ത് ചാട്ടം വന്നു മാറ കുഴപ്പമില്ല. അടുത്ത് വരുന്നോടം വരെ അനങ്ങുകയില്ല. അടുത്ത് വരുമ്പോൾ ഒറ്റ ചാട്ടം ചാടും. അതുകൊണ്ട് ഇമാരെ വഴിക്ക് അവിടെ കണ്ടാലും ഒന്ന് സ്ലോ ചെയ്തിട്ടേ പോകാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം ഇമാരെ എടുത്ത് ചാടാനൊക്കെ ചാൻസ് ഉണ്ട്. അത് വലിയ അപകടം ഉണ്ടാകുന്നൊരു പരിപാടിയാണ്. റോഡ് കണ്ടോ, ഇതുണ്ടോ, അടിപൊളിയല്ലേ. അവിടെ നൈസ് കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഓഫ് റോഡാണോ നോക്കട്ടെ. ഓഫ് റോഡാ, വഴിയൊന്നുമില്ല. അവിടെ ഏതാണ്ട് ഒരു ഷെഡൊക്കെ കാണാം. അവിടെ നൈസായിട്ട് അവിടെ വരെ അത് പോയാലും. ഫസ്റ്റ് ഓഫ് റോഡ്. വണ്ടി എടുത്തപ്പോൾ എന്നോട് കുറേ ആൾക്കാർ, ബൈക്കുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് പിടിക്കാം, ഒരു ദിവസം ഓഫ് റോഡ് അടിക്കാം പോകാം, റൈഡ് അടിക്കാൻ പോകാന്നൊക്കെ. അവിടെ വലിയ സുഖമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒന്നുമില്ല. അവിടെ ഒരു ഷെഡൊക്കെ പണിതിട്ടിട്ടുണ്ട്. എന്താണോ എന്തായാലും നമുക്ക് തിരിച്ചങ്ങ് പോകാം. മടുപ്പാണ്, ഒരു സുഖമില്ല അവിടെ. അപ്പോൾ എന്തായാലും കുറേ എൻ്റെ ഫ്രണ്ട്സായിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അമ്മാർക്കെല്ലാം ബൈക്കൊക്കെ ഉള്ളവരൊക്കെയാണ്. അപ്പോൾ അമ്മാരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് റൈഡ് പോകുമ്പോൾ വിളിക്കാം, കൂടെ ചെല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പോകണം, റൈഡുകൾ അടിക്കണം, കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ എനിക്കൊരു ഗോപ്രോ വാങ്ങിക്കണം. എൻ്റെ ഈ ഗോപ്രോ ശോകമായി തുടങ്ങിയിട്ടുണ്ട്. ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം മടുപ്പായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗോപ്രോയുടെ ക്വാളിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ശോകമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു ഗോപ്രോ സെറ്റാക്കണം. അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നല്ലേ. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശക്കാൻ തുടങ്ങി. ഇടിയപ്പം കിട്ടുവാണ് സൂപ്പറാണ്. ഇടിയപ്പം മുട്ടക്കറിയും പൊളിയായിരിക്കും. ഇവിടെ എന്തോ കല്യാണ പരിപാടിയാണോണെന്ന് തോന്നുന്നു കേട്ടോ. ബസ്സൊക്കെ വന്ന് കിടക്കുന്നത്. ഈ റോഡല്ലേ, ഈ റോഡ് കണ്ടോ, കിടില റോഡല്ലേ. ഇല്ല, ബൈക്ക് ഓടിക്കാൻ ഭയങ്കര രസമാണ്. ഇതിൽ ഞാൻ പോളായിട്ടേ വന്നിട്ടുള്ളൂ. അന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു ഇതിലെ ബൈക്ക് എടുത്തിട്ടൊന്ന് വരണം, ബൈക്ക് ഇതിലെ കൂടെ ഓടിക്കണമെന്നൊക്കെ. പിന്നെ എനിക്ക് ബൈക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറേ നടന്നായിരുന്നു കേട്ടോ. അങ്ങനെ നടന്നപ്പോഴത്തേക്കിനാണ് എനിക്ക് ലോണ് കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞത്. അതായത് എനിക്ക് സിബിൽ സ്കോറൊക്കെ മടുപ്പാണ്. അത് കാരണം സിബിൽ സ്കോർ കുറവാണ്. അത് കാരണമാണ് എനിക്ക് ലോണൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ ഈ വണ്ടി എടുക്കുന്ന കാര്യം വിട്ടായിരുന്നു. നടക്കുമല്ലെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്തു. ഞാൻ അവിടുന്ന് ഇവിടുന്നെല്ലാം കൂടി കുറച്ച് ഫണ്ട് റെഡി ക്യാഷിന് അങ്ങ് വണ്ടി എടുത്തു. അതാകുമ്പോൾ ഇനി ഇതിൻ്റെ EMI ഇനി അടയ്ക്കണ്ടല്ലോ. അതുകൊണ്ട് വണ്ടി ഫ്രീയാണ്. ഇതിന് EMI ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം, ലോണൊന്നും ഇല്ലാത്തതുകൊണ്ടേ. ഏലപ്പാറ ടൗണ്. ഇതിൻ്റെ മുകളിലോട്ട് പോകുന്നൊരു കടയുണ്ട്. സ്ഥിരമായിട്ട് ഞാൻ അവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. അവിടെ നൈസ് ഫുഡാണ്. ഓ, ഇതായിരുന്നു ആ കട. ഇത് അടച്ചിട്ടേക്കോ, തുറന്നിട്ടില്ല. തിരിച്ചു പോവാം. തിരിച്ച് താഴെ ഒരു കടയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മാരാക്കുഴിയിലും അവരോർക്കും ഇത് മുകളിലോട്ട് പോകുന്ന കടല്ലോ അത്.
പൊറോട്ടയൊക്കെ അടിക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പം നമ്മൾ ചായ കുടിച്ച് പയ്യെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കുക കേട്ടോ. നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഇവിടെ വെയിലുണ്ടെന്ന് പറഞ്ഞാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഭയങ്കര ചൂടായിട്ടൊന്നും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സമയം 9:30 ആയതേ ഉള്ളൂ. എനിക്കധികം ഭയങ്കര ചൂടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലേ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല പൊള്ളതൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മൾ അത്ര നേരം ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ നൈസായിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കുക. ഇവിടെ നല്ല റോഡാണ് കേട്ടോ. നല്ല കോർണറിങ് ഒക്കെ എടുക്കാൻ പറ്റിയ വളവുകളൊക്കെയാണ്. പക്ഷേ ടയർ മാറിയിട്ട് വേണം പൊളിക്കാൻ. ഇതുണ്ട് ഇവിടെയൊക്കെ നല്ല പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇടുതമായിട്ട് നമുക്ക് മുട്ട കുറച്ചുകൊണ്ട് ഇങ്ങനെ പോകാം. ഇങ്ങനെ അങ്ങോട്ട് പോകാം. എന്തായാലും ടയർ മാറിയിട്ട് ഒന്നുകൂടി നമുക്ക് ഈ റോഡൊക്കെ പിന്നെ ഒന്നുകൂടി വരാനുള്ളതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. ഉടനെ എന്ന് പറഞ്ഞാൽ വലിയ താമസമില്ലാതെ അടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം ഇനിയിപ്പം നമ്മൾ യാത്രകളായിരിക്കും. നമുക്ക് ഇതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല വീഡിയോസൊക്കെ ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.